കോഴിക്കോട് കോന്നാട് ബീച്ച് വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഞെട്ടിയിരിക്കുകയാണ്. 20-ലധികം ചാക്ക് മദ്യക്കുപ്പികളാണ് ഇതിനോടകം ബീച്ചിൽ നിന്ന് പെറുക്കിയെടുത്തത്. നഗരഹൃദയത്തിലെ ബീച്ച് ലഹരി സംഘങ്ങൾ താവളമാക്കിയെന്ന പ്രദേശവാസികളുടെ പരാതി ശരിവെക്കുന്നതാണ് കോന്നാട് നിന്നുള്ള കാഴ്ചകൾ. സിനോജ് തോമസ് കാട്ടിച്ചത്. വീട്ടമ്മമാർ ചൂലെടുത്തിറങ്ങി വിവാദമായ കോന്നാട് ബീച്ച്. ലഹരിക്കെതിരെ നാട്ടുകാർ ഫ്ലക്സ് ഉയർത്തി വാർത്തകളിൽ ഇടം നേടിയ ബീച്ച്. അങ്ങനെയാണ് അധികൃതർ ഈ ബീച്ച് വൃത്തിയാക്കാൻ തീരുമാനിച്ചത്. വൃത്തിയാക്കി തുടങ്ങിയപ്പോഴാണ് ചാക്ക് കണക്കിന് മദ്യക്കുപ്പികൾ കിട്ടിയത്. ഇത് മാത്രമല്ല, ലഹരി ഉപയോഗിക്കാനുള്ള മറ്റ് വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമ്മമാർ ചൂലെടുത്തതിന് ശേഷം കുറച്ച് വളരെ ശാന്തത ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പം സ്വന്തം നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കോ ഈ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ ഇവിടെ സംഭവിക്കും. കാരണം ദിവസം രാത്രി 12 മണിക്കോ 1 മണിക്കൊക്കെ അടിയും പ്രശ്നങ്ങളാണ്. നാട്ടുകാർ ഇത്രയെ എതിർത്തിട്ടും ഒരു പുല്ല് വില പോലും അധികാരികളും കൽപ്പിക്കണില്ല, ഇവിടെ വരണവരും കൽപ്പിക്കണില്ല. നമ്മൾ എത്രാന്ന് വിചാരിച്ച ഒരാളുകൾ ഇങ്ങനെ പറയാ, വല്ലാത്ത ശല്യമാണ്. ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വന്നിട്ടാണ് ഈ കഞ്ചാവും ബ്രൗൺ ഷുഗർ ഇങ്ങനെയുള്ള മദ്യങ്ങളൊക്കെ കഴിക്കണേ. അത് രാത്രിയൊക്കെ വരണത്. കാരണം നാട്ടുകാർ ഭയത്തിലാണ്. കാരണം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവർ എന്താണ് നോക്കുന്നത്, എങ്ങോട്ടാ നോക്കിയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ നേരം വെളുത്തതിന്റെ ശേഷം പണിക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നത്. ഇത്രയും തോന്നെ മദ്യക്കുപ്പികൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിലുപരി MDMA മറ്റ് സിറിഞ്ചുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ 2 ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നിർബന്ധമായിട്ട് ഈ ഭാഗത്തും കൂടെ വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത് നാട്ടുകാർ. ഈ കാസ്റ്റൻ തൂണുകളൊക്കെ ലൈറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടും. രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഒന്ന് ഇവിടെ വിശ്രമിക്കാൻ വരണ, കാറ്റ് കൊള്ളാൻ വരണ, പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊന്നും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വരുന്ന ഫാമിലികൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു ബീച്ചായി മാറണം. അതിനുള്ള ഒരു ഇടപെടൽ അധികാരികൾ നടത്തണം. ഓപ്പൺ ബാർ പോലെയാണ് കോന്നാട് ബീച്ച്. എവിടെ നോക്കിയാലും മദ്യക്കുപ്പികൾ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കുപ്പിച്ചില് കാലിൽ കുത്തിക്കയറും. വെളിച്ച സംവിധാനങ്ങൾ കൂടുതലൊരുക്കി രാത്രികാല പരിശോധന ശക്തമാക്കിയാൽ കോന്നാട് ബീച്ചിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിക്കും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുവൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.